നമസ്കാരം, KCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുറ്റവാളികളെ ആധുനിക ശാസ്ത്രീയ സംവിധാനങ്ങളോടെ ചോദ്യം ചെയ്യാനായി കാസർഗോഡ് സയന്റിഫിക് ഇന്ററോഗേഷൻ റൂം ഒരുങ്ങി. പോലീസ് ആസ്ഥാനത്ത് ആരംഭിച്ച കേന്ദ്രം ജില്ലാ പോലീസ് മേധാവി KG സൈമൺ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ ആരംഭിച്ചത് സംസ്ഥാനത്തെ 4ാമത്തെ സയന്റിഫിക് ഇന്ററോഗേഷൻ റൂം. സംസ്ഥാനത്ത് പെരുകുന്ന വ്യാജ ലോട്ടറി ടിക്കറ്റുകൾക്ക് തടയിടാൻ പുതിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുങ്ങി. ജൂൺ 1 മുതൽ പുതിയ ലോട്ടറി ടിക്കറ്റുകൾ പുറത്തിറങ്ങും. മന്ത്രി MM മണിയെ CPM ഭയക്കുകയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM വേലായുധൻ. കാസർഗോഡ് BJP ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച KG മാരാർ അനുസ്മരണം PM വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്ന നിലപാടുകൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് NCPയുടെ ധർണ. SBI കാസർഗോഡ് ശാഖയ്ക്ക് മുന്നിൽ NCPയുടെ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. പ്രതികളെ ആധുനിക ശാസ്ത്രീയ സംവിധാനങ്ങളോടെ ചോദ്യം ചെയ്യുന്നതിനായി ജില്ലാ പോലീസ് ഒരുക്കിയ സയന്റിഫിക് ഇന്ററോഗേഷൻ റൂം ജില്ലാ പോലീസ് മേധാവി KG സൈമൺ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പോലീസ് ആസ്ഥാനത്ത് സംസ്ഥാന പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചാണ് സയന്റിഫിക് ഇന്ററോഗേഷൻ റൂം തയ്യാറാക്കിയത്. ജില്ലാ പോലീസ് മേധാവി KG സൈമണിന്റെ നിർദ്ദേശപ്രകാരം കൊച്ചി മേഖല IG P വിജയനാണ് ചോദ്യം ചെയ്യൽ മുറി രൂപകൽപ്പന ചെയ്തത്. സംസ്ഥാനത്തെ 4ാമത്തെ സയന്റിഫിക് ഇന്ററോഗേഷൻ റൂമാണ് ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ജില്ലയിലെ ഏതു പോലീസ് സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്ത ഗൗരവപ്പെട്ട കേസുകളിലെ പ്രതികളെ ഈ കേന്ദ്രത്തിലെത്തിച്ച് ചോദ്യം ചെയ്യാം. ചോദ്യം ചെയ്യാൻ CBI, NIA തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധരുടെ പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ ജില്ലയിലുണ്ട്. ആധുനിക ചോദ്യം ചെയ്യൽ മുറിയിൽ ചോദ്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുമായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അപ്പോൾ ബന്ധപ്പെടാനുള്ള ഇന്റർനെറ്റ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പ്രതികളുടെ ചോദ്യം ചെയ്യൽ വീഡിയോ കോൺഫറൻസിംഗ് മുഖേന ഉദ്യോഗസ്ഥർക്ക് കാണാനും നിരീക്ഷിക്കാനുമാകുമെന്ന് DYSP ഹരിശ്ചന്ദ്ര നായിക് KCN ന്യൂസിനോട് പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യൽ മുറികൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതിലിപ്പോൾ സംസ്ഥാനത്തെ 3ാമത്തെ ചോദ്യം ചെയ്യൽ മുറിയാണ് ഇപ്പോൾ നമ്മളിവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. ഇതിലിപ്പോൾ എല്ലാ സംവിധാനങ്ങളും നമ്മൾക്കുണ്ട്. ഇവിടെ ചോദ്യം ചെയ്യുന്ന സമയത്തുള്ള ചോദ്യം ചെയ്യൽ റെക്കോർഡ് ചെയ്യാനും അത് പ്രതിയുടെ അല്ലെങ്കിൽ മറ്റാളുടെ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അതേപോലെ തന്നെ ചോദ്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനും പ്രതിയുമല്ലാണ്ട് മറ്റാരും അറിയില്ല, കേൾക്കില്ല. അപ്പോൾ അതേ അന്വേഷണ ഉദ്യോഗസ്ഥന് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യം ചെയ്യൽ മുറിയാണ്. ഇതിലിപ്പോൾ ഒരു ട്രാൻസ്പെറൻ്റ് ആണ്. ഇത് ആർക്കും 3ാം മുറയ്ക്കോ മറ്റങ്ങനത്തെ വേറെ സംഭവങ്ങളൊന്നും ഉണ്ടാവാൻ ഇടയില്ലാത്തതാണ്. കാരണം ഈ ചോദ്യം ചെയ്യൽ മുറിയുടെ റെക്കോർഡ് ചെയ്ത് നമുക്കത് കോടതിക്ക് വേണമെങ്കിൽ ഹാജരാക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. പുറത്തുനിന്നുള്ള ശബ്ദം മുറിക്കകത്ത് കടക്കാത്ത വിധത്തിലുള്ള രീതിയിലാണ് മുറിയുടെ നിർമ്മാണം. ചോദ്യം ചെയ്യൽ മുറിയിൽ പ്രതിയെ കൂടാതെ 3 പേർക്ക് ഇരിക്കാം. ചോദ്യം ചെയ്യൽ നിരീക്ഷിക്കുന്നതിനും പ്രതിയുടെ ശാരീരിക മാനസികാവസ്ഥകൾ നിരീക്ഷിക്കുന്നതിനും ഒബ്സർവേഷൻ മുറിയും അടങ്ങുന്നതാണ് പോലീസിന്റെ ആധുനിക ചോദ്യം ചെയ്യൽ മുറി. ഒബ്സർവേഷൻ റൂമിൽ അനലൈസിംഗ് എക്യുപ്മെന്റ് സംവിധാനവും ക്രമീകരിച്ചിട്ടുണ്ട്. പ്രത്യേക സോഫ്റ്റ്വെയറുകളാണ് അനലൈസിംഗ് എക്യുപ്മെന്റ്സുകളിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്ന പ്രതിയുടെ ഭാവഭേദങ്ങളും പറയുന്ന കാര്യങ്ങളിലെ പൊരുത്തക്കേടുകളും യഥാസമയം ഒബ്സർവേഷൻ മുറിയിലെ അനലൈസിംഗ് എക്യുപ്മെന്റ്സിൽ ലഭിക്കും. ഒബ്സർവേഷൻ റൂമിലെ സാങ്കേതിക വിദഗ്ധരായ പോലീസുകാർക്ക് പ്രതി പറയുന്നതിലെ പൊരുത്തക്കേടുകളുടെ വിവരങ്ങൾ ഉടൻ അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകാനും സാധിക്കും. ന്യൂസ് ഡെസ്ക് KCN. സംസ്ഥാനത്ത് പെരുകുന്ന വ്യാജ ലോട്ടറി ടിക്കറ്റുകൾക്ക് തടയിടാൻ പുതിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുങ്ങി. 34 ലക്ഷം രൂപ മുടക്കി CDTന്റെ സഹായത്തോടെയാണ് ടിക്കറ്റുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നത്. ജൂൺ 1 മുതൽ പുതിയ ലോട്ടറി ടിക്കറ്റുകൾ പുറത്തിറങ്ങും. സംസ്ഥാനത്ത് വ്യാജ ലോട്ടറികൾ പെരുകുന്ന സാഹചര്യത്തിലാണ് കനത്ത സുരക്ഷാ ക്രമീകരണത്തോടെ ലോട്ടറി ടിക്കറ്റുകൾ ഇറക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നത്. ജൂൺ 1 മുതൽ 6 സുരക്ഷാ ഫീച്ചറുകൾ ഉൾക്കൊള്ളുന്ന ലോട്ടറി ടിക്കറ്റുകൾ ഇറങ്ങും. ടിക്കറ്റിന്റെ കളർ ഫോട്ടോ കോപ്പി എടുത്താൽ വ്യാജ ടിക്കറ്റാണെന്ന് തെളിയിക്കുന്നതാണ് 1ാമത്തെ സുരക്ഷാ ക്രമീകരണം. ലെൻസിന്റെ സഹായത്തോടെ മാത്രം വായിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ചെറിയ എഴുത്തുകളും ലോട്ടറി ടിക്കറ്റിൽ ഉൾക്കൊള്ളിക്കും. സൂക്ഷ്മമായ കുത്തുകളും വരകളും പുതിയ ലോട്ടറി ടിക്കറ്റുകളിൽ വരുന്നതോടെ വ്യാജ ലോട്ടറി ടിക്കറ്റുകൾ തടയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 34 ലക്ഷം രൂപ മുടക്കി CDTയുടെ സഹായത്തോടെയാണ് ടിക്കറ്റുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നത്. ഒറിജിനലിനെ വെല്ലും വിധം പലയിടങ്ങളിലും വ്യാജ ലോട്ടറികൾ പെരുകുന്നുണ്ട്. ടിക്കറ്റിൽ മറിമായങ്ങൾ കാണിക്കുന്നവർ പലയിടങ്ങളിലും പിടിയിലാകുന്നുമുണ്ട്. ഇത്തരം സാഹചര്യം ഇല്ലായ്മ ചെയ്ത് ടിക്കറ്റുകളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനാണ് പുതിയ സുരക്ഷാ ക്രമീകരണങ്ങൾ. പോലീസിനും ഫോറൻസിക് വിഭാഗത്തിനും ലോട്ടറി ഏജന്റുമാർക്കും വ്യാജനെ തിരിച്ചറിയാനുള്ള പരിശീലനവും ഉടൻ പ്രാവർത്തികമാക്കും. ന്യൂസ് ഡെസ്ക് KCN.
മന്ത്രി എം എം മണിയെ CPM ഭയക്കുകയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM വേലായുധൻ പറഞ്ഞു. കാസർഗോഡ് BJP ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച KG മാരാർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടിനുവേണ്ടി ത്യാഗോജ്വലമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തിയും കക്ഷിരാഷ്ട്രീയ ജാതിമത ചിന്തകൾക്ക് അതീതമായി ഏവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞ ഒരാളുമാണ് മാരാർജിയെന്നും വേലായുധൻ പറഞ്ഞു. മൂന്നാറിലെ കയ്യേറ്റം സംബന്ധിച്ച് മന്ത്രി M M മണിക്കെതിരെ രൂക്ഷ വിമർശനവും നടത്തി. ചടങ്ങിൽ BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു. BJP ദേശീയ സമിതി അംഗങ്ങളായ മടിക്കൈ കമാരൻ, M സഞ്ജീവ ഷെട്ടി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമിള സി നായിക്, സമിതി അംഗം P സുരേഷ് കുമാർ ഷെട്ടി, BJP ജില്ലാ സെക്രട്ടറി ബളാൽ കുഞ്ഞിക്കണ്ണൻ, കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് സുദാമ ഗോസാഡ തുടങ്ങിയവർ സംബന്ധിച്ചു. SBI കാസർഗോഡ് ശാഖയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ. ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്ന നിലപാട് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. NCP കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ധർണ CV ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ പണം ഉപയോഗിച്ച് ലോണുകൾ നൽകി ലാഭം കൊയ്യുന്ന ബാങ്കുകൾ ജനങ്ങൾക്ക് പാതിവിഹിതം നൽകിയില്ലെങ്കിലും ബാങ്ക് ഇടപാടുകൾക്ക് ചുമത്തുന്ന ഫീസുകൾ ഒഴിവാക്കണമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് CV ദാമോദരൻ പറഞ്ഞു. ധർണയിൽ PP അടിയോടി, C ബാലൻ, ജോസഫ് വടകര, പ്രമോദ് കരുവളം തുടങ്ങിയവർ സംസാരിച്ചു. റിയാസ് മൗലവിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന പുറത്തുകൊണ്ടുവരിക, കാസർഗോഡ് സമാധാന അന്തരീക്ഷം നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കലക്ടറേറ്റ് ധർണ സംഘടിപ്പിച്ചു. കാസർഗോഡ് യുവജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ധർണ ഇബ്രാഹിം ബാങ്കോട് ഉദ്ഘാടനം ചെയ്തു. റിയാസ് മൗലവി വധവുമായി ബന്ധപ്പെട്ട് മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, കാസർഗോഡ് സമാധാന അന്തരീക്ഷം നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കാസർഗോഡ് യുവജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് ധർണ സംഘടിപ്പിച്ചത്. യുവജന കൂട്ടായ്മ പ്രസിഡന്റ് ഇബ്രാഹിം ബാങ്കോട് ധർണ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ഖാദർ പാലോത്ത്, ഗോപി കുതിരക്കല്ല്, MMK സിദ്ദിഖ്, സൈഫുദ്ദീൻ മാക്കോട്, ഹമീദ് ചാത്തങ്കൈ, റഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ജൂലൈയിൽ നടപ്പിലാക്കുന്ന നികുതി ഇളവ് ജനങ്ങൾക്ക് ലഭിക്കാതിരിക്കാൻ പുതിയ അടവുകളുമായി കോർപ്പറേറ്റുകൾ. 50 കിലോ സിമന്റ് പാക്കറ്റിന് വർദ്ധിപ്പിച്ചത് 35 രൂപ. വിലകൾ ഏകപക്ഷീയമായി വർദ്ധിപ്പിച്ച് അപ്രസക്തമാക്കാനാണ് കോർപ്പറേറ്റുകൾ ശ്രമിക്കുന്നതെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. GSTയിലെ നികുതി ഇളവ് ജനങ്ങൾക്ക് ലഭിക്കാതിരിക്കാൻ കോർപ്പറേറ്റുകൾ ശ്രമം ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ. നിരക്കുകൾ ഏകീകരിച്ചും ഇരട്ടിപ്പ് ഒഴിവാക്കാനും ജനങ്ങൾക്ക് പരമാവധി ഇളവ് ലഭിക്കാനുള്ള GST നടപടികൾ വിലകൾ ഏകപക്ഷീയമായി വർദ്ധിപ്പിച്ച് അപ്രസക്തമാക്കാനാണ് കോർപ്പറേറ്റുകൾ ശ്രമിക്കുന്നതെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഈ കോർപ്പറേറ്റുകളെ നിയന്ത്രിക്കാൻ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് നിയമനടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ചെറുകിട സംരംഭകരെ തഴയുന്ന സമീപനമാണ് ഗവൺമെൻറ് പ്രവർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ സംരംഭകർ ഉണ്ടാവാതെ കേരളത്തിലെ നിർമ്മാണ മേഖല ഒരിക്കലും കാര്യക്ഷമമാവില്ല. കേരളത്തിൽ പണിയെടുക്കാൻ ശേഷിയുള്ള ആളുകളെ അവരെ പ്രോത്സാഹിപ്പിക്കാം, എഞ്ചിനീയർമാരെ പ്രോത്സാഹിപ്പിക്കാം, കരാറുകാരെ പ്രോത്സാഹിപ്പിക്കാം. ഇതൊക്കെയാണ് ഗവൺമെൻറ് നയങ്ങളായിട്ട് വരേണ്ടത്. പക്ഷേ അത്തരം കാര്യങ്ങൾ കേരളം ഇപ്പോൾ ചെയ്യുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ഞാൻ വെക്കാറുള്ളത്. വാർത്താ സമ്മേളനത്തിൽ വർഗീസ് കണ്ണമ്പള്ളി, കലക്ടർ ഇബ്രാഹിം, A ഗോപിനാഥൻ നായർ തുടങ്ങിയവർ സംബന്ധിച്ചു. വിദ്യാലയങ്ങളിൽ മലയാളം നിർബന്ധമാക്കിയുള്ള ഓർഡിനൻസ് ഭാഷാ ന്യൂനപക്ഷങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് K ശ്രീകാന്ത് ആരോപിച്ചു. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മലയാളത്തോടുള്ള ആദരവിൻ്റെ പേരിലാണ് ഓർഡിനൻസ് ഇറക്കിയതെന്ന് സംസ്ഥാന സർക്കാർ വാദിക്കുന്നു. എന്നാൽ ഇത് ഭാഷാ ന്യൂനപക്ഷങ്ങളോടുള്ള വെല്ലുവിളിയായി മാറിയിരിക്കുകയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് K ശ്രീകാന്ത് ആരോപിച്ചു. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് മാതൃഭാഷ പഠിക്കാനുള്ള അവകാശമാണ് ഓർഡിനൻസിലൂടെ തടസ്സമാകുന്നത്. വിദ്യാലയങ്ങളിൽ മലയാളം പഠിപ്പിക്കുന്നതിന് എതിർക്കുന്നില്ലെന്നും എന്നാൽ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും BJP ആവശ്യപ്പെട്ടു. 2015 സംസ്ഥാന നിയമസഭ പാസാക്കിയിട്ടുള്ള മലയാള ഭാഷ വ്യാപനവും പരിപോഷണവും എന്ന നിയമം, ആ നിയമം നിയമസഭക്കകത്ത് പാസാക്കിയിട്ടുള്ളത് പോലെ അല്ല പിന്നീട് സംസ്ഥാന സർക്കാർ ആ നിയമം ഗവർണറുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ട് അയച്ചപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നിയമസഭ പാസാക്കിയിട്ടുള്ള വകുപ്പുകൾക്കും അതുപോലെ തന്നെ ഭേദഗതിയോട് കൂടിയിട്ട് പാസാക്കിയ നിയമം, പക്ഷെ ആ ഭേദഗതികളൊക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ടാണ് ഗവർണറുടെ
അംഗീകാരത്തിന് വേണ്ടിയിട്ട് അയച്ചിട്ടുള്ളത്. തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള അങ്ങേയറ്റം നിയമസഭയെ അനാദരിക്കലും നിയമസഭയെ അവമാനിക്കലുമാണ് ചെയ്യുന്നത്. വാർത്താ സമ്മേളനത്തിൽ ശ്രീകാന്തിനൊപ്പം ദേശീയ സമിതി അംഗം എം സഞ്ജീവ ഷെട്ടി, സംസ്ഥാന സമിതി അംഗങ്ങളായ കുണ്ടാ രവീശതന്ത്രി, ബി ബാലകൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബശ്രീ 19ാം വാർഷികാഘോഷം അരങ്ങ് 2017 സംഘടിപ്പിച്ചു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ 19ാം വാർഷികാഘോഷം അരങ്ങ് 2017 എന്ന പേരിൽ സംഘടിപ്പിച്ചു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 19 വർഷക്കാലം കേരളത്തിനകത്ത് ഏറ്റവും നിശബ്ദമായി നടന്ന ഒരു വിപ്ലവമാണ് ഈ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു വലിയ വിളംബരമാണ് യഥാർത്ഥത്തിൽ ഈ കുടുംബശ്രീ അയൽക്കൂട്ടം. 45-47 ലക്ഷത്തോളം സ്ത്രീകൾ ഇതിനകത്ത് മെമ്പർമാരായി കഴിഞ്ഞു. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ മാത്രം 11,000-ലധികം അയൽക്കൂട്ടങ്ങളുണ്ട്. ആ നിലയിൽ കേരളത്തിനകത്ത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു വലിയ ആവേശം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സമിതി ചെയർമാൻ KM അബ്ദുൾ റഹ്മാൻ, മുൻ കുടുംബശ്രീ സംസ്ഥാന ഗവർണിംഗ് ബോർഡ് മെമ്പർ TE അബ്ദുള്ള, നഗരസഭാ വൈസ് ചെയർമാൻ LA മുഹമ്മദ്, CDS ചെയർപേഴ്സൺ ഷക്കീല മജീദ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ നൈമുനിസ, VM മുനീർ, സമീന മുജീബ്, മിസിരിയ ഹമീദ്, പത്മരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിച്ച വ്യക്തികളെ പരിപാടിയിൽ ആദരിച്ചു. വാഹനാപകടത്തിൽ മരിച്ച മാധ്യമപ്രവർത്തകൻ മുത്തലിബിന്റെ കുടുംബത്തിനുള്ള സഹായധനം കൈമാറി. പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ വ്യവസായി UK യൂസഫ് സംഘാടക സമിതി ചെയർമാൻ NA നെല്ലിക്കുന്ന് MLAക്ക് നൽകിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. വാഹനാപകടത്തിൽ മരിച്ച മാധ്യമപ്രവർത്തകൻ മുത്തലിബിന്റെ കുടുംബത്തിനെ സഹായിക്കുന്നതിനായി രൂപീകരിച്ച മുത്തലിബ് കുടുംബസഹായ ഫണ്ടിന്റെ ഉദ്ഘാടനം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ വ്യവസായി UK യൂസഫ് സംഘാടക സമിതി ചെയർമാൻ NA നെല്ലിക്കുന്ന് MLAക്ക് കൈമാറി നിർവഹിച്ചു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും നല്ല കാര്യങ്ങളിൽ ഏറ്റവും നല്ല കാര്യമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നതാണ് ഒരു വിശ്വാസം. അതിന് കൂടുതൽ മുൻതൂക്കം വ്യക്തിയാണ്. പിന്നെ ഏറ്റവും നല്ല ഒരു കാര്യങ്ങളിൽ വളരെ കാലം പ്രവർത്തിച്ച ഒരു നല്ല വ്യക്തിയാണ്. അദ്ദേഹത്തിന് എല്ലാവരും നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുള്ള ഒരു ഗുണവാക്കാര്യങ്ങൾ ഉണ്ടാക്കണമെന്ന് ഞാൻ വിനീതമായി ബോധ്യപ്പെടുന്നു. ചടങ്ങിൽ രവീന്ദ്രൻ രാവണേശ്വരം, വിനോദ് പായം, ഉണ്ണികൃഷ്ണൻ, ഹമീദ് തുടങ്ങിയവർ സംബന്ധിച്ചു. കാസർഗോഡ് ജില്ലാ ആരോഗ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലോക മലമ്പനി ദിനാചരണവും ആരോഗ്യ ബോധവൽക്കരണ പ്രദർശനവും സംഘടിപ്പിച്ചു. കലക്ടർ ജീവൻ ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോക മലമ്പനി ദിനാചരണവും ആരോഗ്യ ബോധവൽക്കരണ പ്രദർശനവും തളങ്കര ദീനാർ ഐക്യവേദിയിൽ സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കലക്ടർ K ജീവൻ ബാബു നിർവഹിച്ചു. ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ആളുകളാണ് മലയാളികൾ. കച്ചവടത്തിനായാലും ജോലി ചെയ്യുന്നതിനാണെങ്കിലും ലോകം മുഴുവൻ സഞ്ചരിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രദേശങ്ങളിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ വളരെ ശക്തമായ രീതിയിലുള്ള ആരോഗ്യ നിയന്ത്രണങ്ങളൊന്നും നമ്മൾ ഏർപ്പെടുത്താറില്ലായിരുന്നു. ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് അസുഖം ബാധിച്ച ഒരാളെ സിംഗപ്പൂർ പോലുള്ള രാജ്യത്തിലേക്ക് തിരിച്ചു ചെല്ലുക അല്ലെങ്കിൽ ദുബായ് പോലുള്ള സ്ഥലത്തേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ അവസ്ഥ ചെക്ക് ചെയ്തതിന് ശേഷം ക്വാറന്റൈൻ ചെയ്യണമെങ്കിൽ ആ രീതിയിൽ മാറ്റി നിർത്തി അല്ലെങ്കിൽ അവരൊരു പ്രത്യേക രീതിയിൽ ഒബ്സർവേഷൻ നിർത്തണമെങ്കിൽ നിർത്തിയതിനു ശേഷം മാത്രമായിരിക്കും പലപ്പോഴും അവരെടുക്കുക. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് DMO AP ദിനേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ അഹമ്മദ് മുജീബ് തളങ്കര, E മോഹനൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കുഡ്ലു കാളികാംബ ദേവി ക്ഷേത്രത്തിലെ 33ാം വർഷത്തെ പ്രതിഷ്ഠാപന മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിവിധ പൂജാകർമ്മങ്ങൾ നടന്നു. ബുധനാഴ്ച മഹോത്സവത്തിന് സമാപനം കുറിക്കും. കുഡ്ലു കാളികാംബ ദേവി ക്ഷേത്രത്തിന്റെ 33ാം വാർഷിക പ്രതിഷ്ഠാപന മഹോത്സവത്തിനാണ് തുടക്കമായത്. തന്ത്രിവര്യൻ ബ്രഹ്മശ്രീ പുരോഹിതരത്നം B കേശവാചാര്യയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായുള്ള സത്യനാരായണ പൂജ, അയ്യപ്പസ്വാമി പൂജ, മഹാപൂജ, നാഗദേവന് പഞ്ചാമൃതാഭിഷേകം, തമ്പിലം പ്രാർത്ഥന തുടങ്ങിയവ ക്ഷേത്രാങ്കണത്തിൽ നടന്നു.
ബുധനാഴ്ച വിവിധ പൂജാകർമ്മങ്ങളോടെ വാർഷികോത്സവത്തിന് സമാപനം കുറിക്കും. തപാൽ ജീവനക്കാരുടെ സംഘടനയായ നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസിന്റെ നേതൃത്വത്തിൽ പഠന ക്ലാസും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് കുടുംബസംഗമം നടന്നത്. തപാൽ ജീവനക്കാരുടെ സംഘടനയായ നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസിന്റെ നേതൃത്വത്തിലാണ് കുടുംബസംഗമവും പഠന ക്ലാസും സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന പഠന ക്ലാസ് ജില്ലാ പഞ്ചായത്ത് അംഗം VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. അമ്പലത്തിൽ കയറണം എന്നല്ല, പിന്നെയോ അമ്പലത്തിന്റെ മുന്നിലുള്ള വഴിയിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അവരുടെ ആവശ്യത്തിൽ നിന്നാണ് ആ ഡിമാൻഡ് വന്നത്. അത് 1922. അത് കഴിഞ്ഞ് 10 വർഷം കഴിയുമ്പോൾ ഗുരുവായൂരിലെ സമരമായി. പക്ഷെ അവിടെ മുദ്രാവാക്യം മാറി. ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ പ്രവേശനം എന്നായി. അമ്പലത്തിൽ പ്രവേശനം എങ്ങനെയാണ് കിട്ടിയത്? നമ്മളിപ്പോൾ പറയും ജീവിതത്തിൽ നല്ല ഗുണമൊക്കെ വന്നപ്പോൾ എനിക്ക് പണി കിട്ടി, എൻ്റെ മൂക്ക് പണി കിട്ടി, എൻ്റെ ചക്കരി പണി കിട്ടി, ഞങ്ങളിപ്പോൾ നല്ല നിലയിലായി. പണ്ട് അച്ഛൻ ജീവിച്ച പോലെയൊന്നുമല്ല, നല്ല പിന്നെ വാർപ്പിൻ്റെ വീടെല്ലായിട്ടുണ്ട്, സാമാന്യം നല്ല സ്ഥിതിയായിട്ടുണ്ട്. ഇതെല്ലാം ആര് തന്നതാണ്? ആര് തന്നാണ്? ദൈവം തന്നാണ്. പടച്ചവന്റെ അനുഗ്രഹമാണ്. ശരി തന്നെയാണ്, അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാണ്. MC രാധാകൃഷ്ണൻ അധ്യക്ഷനായി. CK അശോക് കുമാർ, PV രാജേന്ദ്രൻ, K ഹരി, M കുമാരൻ നമ്പ്യാർ, ബാലചന്ദ്രൻ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന കുടുംബസംഗമം കോൺഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി PV രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. C രാമകൃഷ്ണൻ, A കണ്ണൻ, C രാഘവൻ, S ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കഥാകൃത്ത് E ശശിധരൻ, ഫുട്ബോൾ താരങ്ങളായ BK അനഘ, TV ലിനീഷ് തുടങ്ങിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് നടന്ന കലാപരിപാടികൾ ഏറെ ശ്രദ്ധേയമായി. KSSPU കാസർഗോഡ് ജില്ലാ രജത ജൂബിലി സമ്മേളനം ഏപ്രിൽ 27-28 തീയതികളിൽ നടക്കും. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് സമ്മേളനം നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ രജത ജൂബിലി സമ്മേളനം 27-28 തീയതികളിലായി കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. 27 ജൂബിലി ഹാൾ ഉദ്ഘാടനം KSSPU സംസ്ഥാന പ്രസിഡന്റ് N സദാശിവൻ നിർവഹിക്കും. PK മാധവൻ നായർ അധ്യക്ഷനാവും. KSSPUവിന്റെ രജത ജൂബിലി സംസ്ഥാന സമ്മേളനം 2017 മെയ് 17 മുതൽ 20 വരെ തീയതികളായി തിരുവനന്തപുരത്ത് വെച്ച് നടക്കുക. അതിൻ്റെ മുന്നോടിയായി സംസ്ഥാനത്തൊട്ടുമുള്ള യൂണിറ്റ് ബ്ലോക്ക് തലത്തിലുള്ള വാർഷിക സമ്മേളനമൊക്കെ നടന്നു കഴിഞ്ഞു. ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാസർഗോഡ് ജില്ലാ രജത ജൂബിലി സമ്മേളനം ഈ ഏപ്രിൽ 27-28 തീയതികളിലായി കാഞ്ഞങ്ങാട് വെച്ച് നടക്കുകയാണ്. തുടർന്ന് നടക്കുന്ന 18 വർഷങ്ങളിലെ കൗൺസിലർമാരുടെ സംയുക്ത സമ്മേളനം N സദാശിവൻ നായർ ഉദ്ഘാടനം ചെയ്യും. PK മാധവൻ നായർ അധ്യക്ഷനാവും. 28-ന് സമ്മേളനത്തോടനുബന്ധിച്ച് തിരുവാതിര അരങ്ങേറും. തുടർന്ന് നടക്കുന്ന വനിതാ സമ്മേളനം ഡോക്ടർ PK ജയശ്രീ ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ P കുഞ്ഞമ്പു നായർ, V കൃഷ്ണൻ, VV ബാലകൃഷ്ണൻ, കൃഷ്ണൻ കുട്ടമത്ത്, PK മാധവൻ നായർ, KN ദിവാകരൻ, EP വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന ചിത്രകലാ ക്യാമ്പ് ഏപ്രിൽ 27 മുതൽ 29 തീയതികളിലായി നടക്കും. പടന്നക്കാട് കാർഷിക കോളേജിൽ വെച്ചാണ് ചിത്രരചന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. സർഗവസന്തം എന്ന പേരിലാണ് കുട്ടികൾക്കായി കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ ചിത്രരചന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. P കരുണാകരൻ MP ഉദ്ഘാടനം നിർവഹിക്കും. ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പള്ളിയം ശ്രീധരൻ അധ്യക്ഷനാവും. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ മുഖ്യാതിഥിയായിരിക്കും. ഈ കാർഷിക കോളേജിൽ ഇത് നടക്കുന്നു എന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ഡീൻ ഗോവിന്ദൻ മാഷൊക്കെ പറഞ്ഞത് ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഒരു ഹരിത കേരളത്തിൻ്റെ ഒരാശയം പകർന്നു കൊടുക്കണം. അതുകൊണ്ട് ബഡ്ഡിങ്ങിൽ അങ്ങനെ ടിഷ്യൂ കൾച്ചർ തുടങ്ങിയ അവിടുത്തെ കാർഷിക രംഗവുമായിട്ടും കുട്ടികളെ പരിചയപ്പെടുത്താൻ ഞങ്ങൾ ശ്രദ്ധിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ ചിത്രരചനയുടെ വർണ്ണങ്ങളുടെയും വരയുടെയും വൈവിധ്യമാർന്ന തലങ്ങൾ പരിചയപ്പെടുത്തുന്ന ശ്രദ്ധേയമായ ക്ലാസുകൾ ഈ 3 ദിവസവും നടക്കും. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 40 വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. സമാപന സമ്മേളനം അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പയ്യന്നൂർ കുഞ്ഞിരാമൻ, വാസു ചേറോട് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുറ്റവാളികളെ ആധുനിക ശാസ്ത്രീയ സംവിധാനങ്ങളോടെ ചോദ്യം ചെയ്യാനായി കാസർഗോഡ് സയന്റിഫിക് ഇന്ററോഗേഷൻ റൂം ഒരുങ്ങി. പോലീസ് ആസ്ഥാനത്ത് ആരംഭിച്ച കേന്ദ്രം ജില്ലാ പോലീസ് മേധാവി KG സൈമൺ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ ആരംഭിച്ചത് സംസ്ഥാനത്തെ 4ാമത്തെ സയന്റിഫിക് ഇന്ററോഗേഷൻ റൂം.
സംസ്ഥാനത്ത് പെരുകുന്ന വ്യാജ ലോട്ടറി ടിക്കറ്റുകൾക്ക് തടയിടാൻ പുതിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുങ്ങി. ജൂൺ 1 മുതൽ പുതിയ ലോട്ടറി ടിക്കറ്റുകൾ പുറത്തിറങ്ങും. മന്ത്രി എം മണിയെ CPM ഭയക്കുകയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM വേലായുധൻ. കാസർഗോഡ് BJP ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച KG മാരാർ അനുസ്മരണം PM വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്ന നിലപാടുകൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് NCPയുടെ ധർണ. SBI കാസർഗോഡ് ശാഖയ്ക്ക് മുന്നിൽ NCPയുടെ പ്രതിഷേധം. വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.